നമസ്കാരം. കേരളത്തിൽ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്നൊരു വിവരം പുറത്തു വരുന്നുണ്ട്. ലഹരി കേസുകളിൽപ്പെട്ട് പ്രതികളിലാക്കി ജയിലിൽ അടയ്ക്കുന്നവർ അവിടെ നിന്ന് ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ചെറിയ ഡോണായി മാറുകയാണ്. ഒരുപക്ഷെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലത്തിൽ വിൽപ്പന നടത്തുന്ന പലരെയും അറസ്റ്റ് ചെയ്ത് NDPC കേസ് പ്രകാരം ജയിലിൽ അടയ്ക്കുന്നവർ ആ ജയിലിൽ കിടന്ന് ആ മേഖലയിലുള്ള വൻപൻ സ്രാവുകളുമായി ബന്ധമുണ്ടാക്കി പുറത്തു വന്നതിന് ശേഷം ഇവരുടെ വിൽപ്പന രീതികൾ എന്ന് പറഞ്ഞാൽ അത് വലിയ ശൃംഖലയായി മാറുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസം ചേരമാൻ തുരുത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ലഹരി കേസിലെ പ്രതിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസിന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 21-നാണ് കഠിനംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ചേരമാൻ തുരുത്തിൽ മുഹമ്മദ് അസ്ജർ എന്ന വ്യക്തി വീട്ടിൽ MDMA സൂക്ഷിച്ചിരിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് 87 ഗ്രാം MDMA പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന്റെ തെളിവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് മുന്നോടിയായിട്ട് ജീപ്പിൽ കയറ്റുന്നതിനിടയിൽ ഇയാൾ പോലീസിന്റെ കൈവെട്ടിച്ച് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. വീടിന് പിൻവശത്തെ കായൽ ഏരിയയിലൂടെ ഇയാൾ രക്ഷപ്പെട്ടതിന് ശേഷം പിന്നീട് ഇയാളെ രക്ഷിച്ചത് മുൻപ് ലഹരി കേസിൽ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ട സന്ദർഭത്തിൽ അവിടെ നിന്നുണ്ടായ ചില ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ബോധ്യപ്പെടുകയാണ്. അതായത് നേരത്തെ ചേരമാൻ തുരുത്ത് എന്ന പ്രാദേശിക മേഖലയിൽ മാത്രം ലഹരി കച്ചവടം നടത്തിയിരുന്ന മുഹമ്മദ് അസ്ജർ പിന്നീട് ഇദ്ദേഹത്തിന്റെ ലഹരി വിൽപ്പന ബന്ധം അങ്ങ് കോഴിക്കോട് കൊടുവള്ളി വരെ എത്തിച്ചത് ആ അറസ്റ്റാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ച നെറ്റ്വർക്ക് എന്ന് ബോധ്യപ്പെടുകയാണ്. കാര്യം ഈ 21-ാം തീയതി രക്ഷപ്പെട്ടതിന് ശേഷം പോലീസ് ഇയാൾക്ക് വേണ്ടി വലിയ തോതിൽ തിരച്ചിൽ നടത്തിയിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ ഇയാൾ നേരെ വെഞ്ഞാറമൂട്ടിലെത്തി 2 ദിവസം നിൽക്കുന്നു. അവിടെ അയാളെ സഹായിച്ചത് ഒരു ലഹരി വിൽപ്പനക്കാരനെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഇയാൾ നേരെ കൊടുവള്ളിക്ക് പോകുന്നു. കൊടുവള്ളിയിൽ ഇയാൾ എത്തിപ്പെട്ടത് നാഷണൽ ലെവലിലെ ഒരു വലിയ ലഹരി വിൽപ്പനക്കാരന്റെ അടുത്തേക്കാണെന്നും അവിടെ എത്തി ഇയാളെ ഡൽഹിയിലേക്ക് കടക്കാൻ സഹായിച്ചത് ഈ കൊടുവള്ളിക്കാരനും ആ കൊടുവള്ളിക്കാരന്റെ ഡൽഹി ബന്ധം ഉപയോഗിച്ചാണ് കുറച്ചു ദിവസം ഡൽഹിയിൽ ഇയാൾ ഒളിവിൽ പാർത്തതെന്ന് പോലീസ് കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ജയിലിൽ ഇവർ അടയ്ക്കപ്പെടുന്നതോടുകൂടി ഇവരുടെ ലഹരി ബന്ധങ്ങൾ കൂടുതൽ വൈഡൻ ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടുതൽ വിസ്തൃതിയിലെത്തുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡാൻസ് ഓഫ് സംഘവും ഒപ്പം തന്നെ തിരുവനന്തപുരം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അതിലൂടെ പുറത്തേക്ക് വരുന്നത് ഇയാളെ സഹായിച്ചത് കൊടുവള്ളിയിലെ ആ ലഹരി കച്ചവടക്കാരനാണ്. ഏത് ലഹരി കച്ചവടക്കാരൻ? 1000 ദിവസം തീഹാർ ജയിലിൽ MDMA വിറ്റതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ഡൽഹിയിൽ അടച്ച വ്യക്തി. അദ്ദേഹം പിന്നീട് തിരുവനന്തപുരത്ത് വെച്ചിട്ട് മറ്റൊരു ലഹരി കേസിൽ പിടിക്കപ്പെട്ട് സെൻട്രൽ ജയിലിൽ ഏകദേശം 1 വർഷത്തോളം ജയിലിൽ കടന്ന വ്യക്തി. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഒരു പുതിയ ബന്ധമായിരുന്നു മുഹമ്മദ് അസ്ജർ. അങ്ങനെ മുഹമ്മദ് അസ്ജറും ഈ വലിയ ലഹരിക്കാരനും തമ്മിലുള്ള ഡീൽ നടക്കുന്നതിനിടയിലാണ് ഇയാളുടെ വീട്ടിൽ നിന്ന് കഠിനംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ MDMA പിടിച്ചെടുക്കുന്നത്. അന്ന് രക്ഷപ്പെട്ടു പോയ ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ചത് ലഹരി കേസുമായി ബന്ധപ്പെട്ട പ്രതികളാണ് തിരിച്ചറിയുമ്പോൾ, ലഹരി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ വലിയ ശൃംഖലകളായി വൻകിട മാഫിയകളുമായിട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വന്ന് ആ കച്ചവടം കൂടുതൽ വ്യാപിപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് കേരള പോലീസ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തരം കേസുകളിൽ പെടുന്നവർ പുറത്തിറങ്ങി വീണ്ടും വീണ്ടും അതേ തൊഴിൽ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ പിന്നെയും എന്തുകൊണ്ട് ജാമ്യം കൊടുത്ത് പുറത്തേക്ക് വിടുന്നു എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്. ഒരു തവണ പിടിക്കപ്പെട്ട് ജാമ്യം കൊടുത്ത് പുറത്തു വീണ്ടും അതേ പ്രവൃത്തി തന്നെ ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ജാമ്യം? അവരെയൊക്കെ ജയിലിലിട്ട് തന്നെ വിചാരണ നടത്തി ശിക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും താൽക്കാലികമായി ഒക്കെ പിടിച്ചുവരെ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ നൈജീരിയയിൽ നിന്ന് വരെയുള്ള പ്രതികളെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്ന ഇടത്ത് ഇവർക്ക് നൈജീരിയൻ ബന്ധം വരെ ഉണ്ടാകുന്നുണ്ട്, ബംഗളൂരു ബന്ധം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പ്രാദേശിക കച്ചവടക്കാർ നാഷണൽ കച്ചവടക്കാരായി മാറുന്ന ഒരു വലിയ അത്ഭുതം കൂടി ഇതിനോടൊപ്പം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുക. അതുകൂടി മനസ്സിലാക്കി പഴുതടച്ചുള്ള ചില തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ ഇത്തരം നെറ്റ്വർക്കുകളെ ഒരു സൈഡിൽ നിന്ന് പിടികൂടിക്കൊണ്ടുവരുമ്പോൾ മറു സൈഡിൽ കൂടെ ഈ നെറ്റ്വർക്ക് കൂടുതൽ വിശാലമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് ആ അറസ്റ്റിലൂടെ ബോധ്യപ്പെടുന്ന കാര്യം.